മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെയുള്ള മാസപ്പടി കേസിൽ വൻ ട്വിസ്റ്റ്. മാസപ്പടിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിലാണ് വലിയ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത്. മുൻ നിലപാട് കോടതിയിൽ മാത്യു കുഴൽനാടൻ മാറ്റി. മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനു പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് മാത്യു കുഴൽനാടൻ്റെ പുതിയ ആവശ്യം. അതോടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടത്. കേസിൽ ഏപ്രിൽ 12-ന് കോടതി വിധി പറയും. കോടതി നേരിട്ട് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിലൂടെ ആരോപണത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നാണ് മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജിലൻസിനെ അന്വേഷണം ഏൽപ്പിച്ചാൽ അന്വേഷണത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ചിന്തയിൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് കുഴൽനാടൻ. സുതാര്യമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി നേരിട്ട് കേസെടുക്കുന്നതിലൂടെ സാധിക്കും. കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പിക്കാനാണ് കുഴൽനാടൻ്റെ ശ്രമം എന്ന് വ്യക്തമാണ്. ഹർജിക്കാരൻ്റെ നിലപാട് മാറ്റിയെന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിൻ്റെ തെളിവാണിതെന്നുമാണ് വിജിലൻസിനായി ഹാജരായ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. തുടർന്നാണ് കോടതി കേസിൽ വിധി പറയുന്നത് ഏപ്രിൽ 12-ലേക്ക് മാറ്റിയത്. സേവനങ്ങളൊന്നും നൽകാതെയാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ല, കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണം എന്ന ആവശ്യമാണ് ഹർജിയിൽ കുഴൽനാടൻ ഉന്നയിച്ചത്. പിണറായി വിജയനും വീണയും ഉൾപ്പെടെ 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. വ്യാഴാഴ്ച തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാസപ്പടി കേസ് സംബന്ധിച്ച് ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കുഴൽനാടൻ നിലപാട് മാറ്റിയത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നേരിട്ട് ഹർജി അന്വേഷിക്കേണ്ടെന്ന നിലപാടായിരുന്നു കുഴൽനാടൻ സ്വീകരിച്ചിരുന്നത്. പകരം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതിയെന്നുമാണ് അദ്ദേഹം അന്ന് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് പുതിയ ഹർജി സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പുതിയ ഹർജി സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ ഹർജി സമർപ്പിക്കുന്നതിന് പകരം കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ടെന്നും പകരം കോടതി അന്വേഷിച്ചാൽ മതിയെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുകയായിരുന്നു. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം സംബന്ധിച്ച കേസ് നേരത്തെ മറ്റൊരു ഏജൻസിയാണ് അന്വേഷിച്ചിരുന്നത്. കേസ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിലായതിനാൽ വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു അന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിലെടുത്തത്. നിലപാടിൽ മാറ്റം വന്നതിനാലാണ് കോടതി ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിയത്.